ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ മീശപ്പുലിമല യാത്രയുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഒരുപാട് ലേറ്റ് ആയിപ്പോയി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഏകദേശം 4:30 ആകുമ്പോൾ തന്നെ എണീറ്റ് എല്ലാവരും റെഡി ആവാൻ തുടങ്ങി. സ്ലീപ്പിംഗ് ബാഗൊക്കെ തിരിച്ചു കൊടുത്തു. പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ബ്രെഡും ജാമും ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിച്ച ശേഷം എല്ലാവരും ജീപ്പിനടുത്തെത്തി. ഏകദേശം ഒരു 5:30 ആകുമ്പോഴാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ബാഗിൽ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 12 മണിയാവും തിരിച്ചെത്താൻ. അപ്പം വേണ്ട നട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ, വിശപ്പിൻ്റെ വിളി പ്രതിരോധിക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാവരും റെഡിയാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5:30ക്ക് ആരംഭിച്ച യാത്ര ഒരു 35 മിനിറ്റോളം നീണ്ടു കേട്ടോ. നമ്മളൊരു 6000 അടി ഉയരെയാണ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു 8000 അടി ഉയരേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. തലേന്ന് പ്രഭു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ജീപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ അയവിറക്കി. അപ്പോൾ കയറാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം തുടക്കത്തിൽ നല്ല ഉഷാറിൽ തന്നെയാണ് കയറിയത്. സുരേഷേട്ടനും മക്കൂട്ടനൊക്കെ വേഗം തന്നെ കയറി, അമ്മാളൊക്കെ. പക്ഷേ എനിക്ക് അത്ര സ്പീഡിൽ കയറാൻ പറ്റിയില്ല. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയമെടുത്ത് പതിയെ കയറിയാൽ മതി. അവർ എല്ലാ സപ്പോർട്ടും ഒന്നും ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ബാവ ബ്രോ, ഉദിൻ ബ്രോ, പിന്നെ നമ്മളെ ഫോറസ്റ്റ് ഗാർഡ് എല്ലാവരും ഉണ്ടായിരുന്നു. വാച്ചറൊക്കെ ഉണ്ടായിരുന്നു. പ്രഭുവൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മേലെ എത്തിയപ്പോൾ എന്ന് വെച്ചാൽ ചെറിയൊരു വിഷമം തോന്നിയെന്ന് വെച്ചാൽ സൺറൈസ് പോയിന്റിൽ എത്തിയപ്പോൾ തന്നെ സൺറൈസ് കഴിഞ്ഞിരുന്നു. അതായത് നമുക്ക് ഉദയം കാണാൻ പറ്റിയില്ല, സൂര്യനെ കാണാൻ പറ്റിയുള്ളൂ. അപ്പോൾ അത് ചെറിയൊരു വിഷമം തോന്നി കേട്ടോ. ആ ഉദയത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷേ എന്താണെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ അത്രയും ഭംഗിയിൽ അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന മലനിരകളും മേഘങ്ങളിങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ നമ്മുടെ തലയുടെ ജസ്റ്റ് മുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങളും കാറ്റും, അങ്ങനെ ആ ഒരു ഉദയത്തിൻ്റെ ഭംഗിയും, അങ്ങനെ അതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അത്രയും ഭംഗി ഉണ്ടായിരുന്നു ആ സ്ഥലത്തിന് ആ സമയത്ത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ എല്ലാവരും ഇങ്ങനെ പരസ്പരം കുറേ ഫോട്ടോയൊക്കെ എടുത്ത് തന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. സുരേഷേട്ട ഇതാ നിഴലിൻ്റെ നീളം ഇങ്ങനെ കൗതുകത്തോടെ നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശരിക്കും നമ്മൾ ബാക്കി യാത്ര ശരിക്കും അവിടെ നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാവരും വിചാരിച്ചു ഈ സൺറൈസ് പോയിൻ്റ് ആണോ മീശപ്പുലിമല, ചെറുതായിട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഇത്ര പെട്ടെന്ന് എത്തിയോ എന്നൊക്കെ. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് ഇനിയും ഒരു 7 മലകൾ കയറി ഇറങ്ങി വേണം പോകാൻ എന്നൊക്കെ. പക്ഷേ ആ യാത്ര എന്ന് വെച്ചാൽ കയറ്റമുണ്ട്, ഇറക്കം, സമതലം, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടെ കൂടിയ വഴികളിലൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ യാത്ര എന്ന് വെച്ചാൽ നമ്മളെ ഒട്ടും മടുപ്പിക്കില്ല. നമുക്ക് എത്ര കയറിയാലും അല്ലെങ്കിൽ എത്ര ഇറങ്ങിയാലും അയ്യോ കയറ്റം കഴിഞ്ഞില്ല, ഇറക്കം കഴിഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ അത്രയും നല്ല ആ ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബോടെയാണ് ഓരോരുത്തരും ആ യാത്രയെ സമീപിച്ചത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ എല്ലാ ഫ്രെയിമിനും ഭയങ്കര ഭംഗിയാണ്. അപ്പം നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുത്തെടുത്ത് മതിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പം യാത്രയുടെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വന്നു. അപ്പോൾ അവരിങ്ങനെ ചെറുതായിട്ട് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വേഗം നടന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഓരോ വിശപ്പിൻ്റെ വിളി ചെറുതായിട്ട് വരാൻ തുടങ്ങിയപ്പം ചെറുതായിട്ട് കുറച്ച് വെള്ളവും നട്ട്സൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും കുറേ മുന്നിലെത്തി. സുരേഷേട്ടനും പിന്നെ ഞാനും കൂടെ പുറകിലാണ്. പക്ഷേ അക്കൂട്ടനും അവരൊക്കെ കുറേ അവരുടെ ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ എവിടേക്കോ എത്തി. കാരണം ഒരു മല കഴിഞ്ഞ് അവരെ ഞങ്ങൾ പിന്നെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ റോഡോഡെൻഡ്രോൺ മലനിരകൾ, ആ ഒരു താഴ്വരയിലൊക്കെ നിറയെ ഇങ്ങനെ റോഡോഡെൻഡ്രോൻ്റെ മരങ്ങളുണ്ട്. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഈ മീശപ്പുല്ല് എന്ന് വിളിക്കുന്ന പുല്ല്, ഇതാണ് ആ കാണുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഇതേപോലെ എല്ലാവർക്കും ക്യാമറ താഴെ വയ്ക്കാതെ ഓരോ സീനും ഇങ്ങനെ ഒപ്പിയെടുക്കാനുള്ളൊരു വെമ്പലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൊണ്ടുപോയ വെള്ളം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നല്ല വെള്ളം കിട്ടും, കാട്ടരുവിയിൽ നിന്ന് ഒഴുകി വരുന്ന ശുദ്ധമായ വെള്ളം കിട്ടും, അപ്പോൾ അത് കുടിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ബോട്ടിലൊക്കെ കാലിയായി. അപ്പോൾ എല്ലാവരും അരുവി എവിടെയും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പരസ്പരം സംസാരിച്ച് നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അതാ ഇവിടെ നമ്മൾ വെള്ളം കണ്ടു. വെള്ളം കണ്ടപ്പോൾ എല്ലാവരും ബോട്ടിൽ വെള്ളം എടുക്കാൻ തുടങ്ങി. ആ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു വെള്ളം, അതായത് മിനറൽ വാട്ടറിനോ നമ്മൾ തണുപ്പിച്ച വെള്ളത്തിനൊന്നും ആ ഒരു രുചി നമുക്ക് തരാൻ പറ്റില്ല. ശരിക്കും അത് കുടിച്ചു കഴിഞ്ഞപ്പം എന്തോ ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര തുടർന്നു. അപ്പം നമ്മുടെ കൂടെയുള്ള 1-2 പേര് വല്ലാതെ തുടക്കത്തിൽ ഭയങ്കര ഉഷാർ കാണിച്ച് 1-2 പേരൊക്കെ കുറച്ച് ടയേർഡായി, പുറകിലായി. അപ്പം ഞങ്ങളും ഏകദേശം പുറകെ തന്നെയായിരുന്നു. അപ്പം ഞങ്ങളൊരു 4-5 പേരായി ലാസ്റ്റ്. അവരൊക്കെ മുന്നിൽ പോയവരൊന്നും കാണാൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ എന്താണെങ്കിലും നമുക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കുട്ടികളാണെങ്കിലും മറ്റുള്ളവരുടെ കൂടെയാണെന്നുള്ള ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് പരസ്പരം അത്രത്തോളം നല്ല രീതിയിൽ മനസ്സിലാക്കാനും അവർ നമ്മുടെ കുട്ടികൾ അവരുടെ കൂടെ സുരക്ഷിതരായിരിക്കുന്നു ചിന്തിക്കാനൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു വിശ്വാസം വന്നിരുന്നു. കാരണം ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളെ പൊതുവായിട്ടുള്ള ചില താല്പര്യങ്ങളും
ചില സന്തോഷങ്ങളൊക്കെയാണ് നമ്മളെ ഇതേപോലെ സൗഹൃദത്തിൽ ഇങ്ങനെ ഒരുമിപ്പിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അപരിചിതരോടൊപ്പം പോയി എന്നുള്ളൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ പുറകിലായിട്ട് ഇങ്ങനെ വന്നു. അപ്പോഴത്തേക്ക് ഇതാ കോട വന്നിട്ട് ഇങ്ങനെ നമ്മുടെ വഴികളിലൂടെയൊക്കെ വഴികൾ തന്നെ കാണാത്ത രീതിയിലൊക്കെ ഇങ്ങനെ കോട ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ക്യാമറയിൽ പകർത്തുന്നത് എത്രത്തോളം പറ്റുമെന്ന് സാധിക്കുമെന്നറിയില്ല. പക്ഷേ നമ്മുടെ ആ ഒരു മൈൻഡിലേക്ക് ആ ഒരു കാഴ്ചകളും ഇതൊക്കെ തന്ന ആ ഒരു പോസിറ്റീവ് എനർജി എത്രത്തോളമാണെന്ന് നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. താഴെ എത്തി. ഈ കാണുന്നത് വന്യമൃഗങ്ങളൊക്കെ വിഹരിക്കുന്ന ഒരു സ്ഥലമാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വരയാടുകളും പിന്നെ അല്ലാത്ത കടുവ എല്ലാം വെള്ളം കുടിക്കാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മ്ലാവുകൾ പിന്നെ അതായത് നമ്മൾ സാമ്പാർ ഡിയർ എന്ന് പറയുന്ന മ്ലാവുകളുടെ അസ്ഥിക്കൂടങ്ങൾ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് അത് കേട്ടോ. അപ്പം വെള്ളം കുടിക്കാൻ വരുന്ന മ്ലാവുകളെ പിന്നെ കീഴ്പ്പെടുത്തി ഇങ്ങനെ അവിടുന്ന് ഭക്ഷിക്കുന്ന വന്യമൃഗങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിൽ തിരിച്ചെത്തിയപ്പം വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോൾ വല്ലാത്തൊരു നോവ് ഇങ്ങനെ മനസ്സിൽ അവശേഷിച്ചു കേട്ടോ. കാരണം ഒരുപാട് പ്രിയപ്പെട്ട ആരെയൊക്കെ പിരിഞ്ഞു പോകുന്നത് പോലെ അങ്ങനത്തെ ഒരു ഫീല്. അപ്പോൾ ഇനിയും വഴികളിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.